ഇന്ത്യ ജപ്പാൻ ബന്ധം ഇപ്പോൾ കൂടുതൽ ഫലപ്രദമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സമുദ്ര സുരക്ഷാ സഹകരണം വികസിപ്പിക്കുന്നതിനും കപ്പൽ അറ്റകുറ്റപ്പണികൾക്കും ചരക്ക് കടത്തിനും സൗകര്യമൊരുക്കുന്നതിനും സംയുക്ത നാവിക കപ്പൽ നിർമ്മാണത്തിനും പ്രതിരോധ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ ഒരു കരാർ ഒപ്പുവെച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ജാപ്പാനീസ് പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ തുടർന്ന് സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ഒരു ധാരണാപത്രത്തിൽ രണ്ടു പക്ഷവും ഒപ്പുവെച്ചു. സമുദ്ര സുരക്ഷാ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ചട്ടക്കൂട് ഈ ധാരണാപത്രം നൽകുന്നു എന്നാണ് യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത്. ജപ്പാൻ സമുദ്ര സ്വയം പ്രതിരോധ സേനയും ഇന്ത്യൻ നാവികസേനയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതും ഈ കരാറിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, മാനുഷിക സഹായം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടും. കിഴക്കൻ ചൈന കടലിലും പടിഞ്ഞാറൻ പസഫിക്കിലും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക പ്രവർത്തനത്തെ ജപ്പാൻ നേരിടുന്നുണ്ട്. അതേസമയം ഹിമാലയൻ അതിർത്തിയിൽ ചൈനയുമായി ഇന്ത്യക്ക് അതേപോലെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഉള്ളത്. സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചൈനയുടെ നാവിക ശേഷികൾ വികസിക്കുന്നു എന്ന് തന്നെയാണ്. ജപ്പാന്റെ സാങ്കേതിക വൈദഗ്ധ്യവും ഇന്ത്യയുടെ ഉൽപാദനശേഷിയും പ്രയോജനപ്പെടുത്തി നാവിക കപ്പൽ നിർമ്മാണത്തിലും രൂപകൽപ്പനയിലും പുതിയ പദ്ധതികൾ വേണമെന്ന് ഇരു രാജ്യങ്ങളും പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തം കൂടുതൽ ആഴത്തിൽ ആക്കുമെന്ന പ്രതീക്ഷയും രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞിരുന്നു. ജപ്പാൻ ഇന്ത്യ ആർമി അഭ്യാസമായ ധർമ്മ ഗാർഡിയൻ, ജപ്പാൻ ഇന്ത്യ മാരിടൈം അഭ്യാസമായ ജൈമാക്സ് എന്നിവ ഉൾപ്പെടെ ജപ്പാനും ഇന്ത്യയും നടത്തുന്ന ഉഭയകക്ഷി അഭ്യാസങ്ങൾ വിപുലീകരിക്കുന്ന വിഷയവും രണ്ടു മന്ത്രിമാരും ചർച്ച ചെയ്തു. ഈ വർഷം നടക്കാനിരിക്കുന്ന ജപ്പാൻ ഇന്ത്യ വ്യോമസേന അഭ്യാസമായ വീർ ഗാർഡിയൻ 26ന്റെ ഏകോപന കാര്യങ്ങളും രണ്ടുപേരും ചർച്ച ചെയ്തു. ഈ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് യുദ്ധവിമാനങ്ങൾ ജപ്പാൻ ആദ്യമായി ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള കാഴ്ചപ്പാട് പ്രധാനമന്ത്രിയും ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചു. പിന്നീട് എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രിയെ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനെക്കുറിച്ച് മികച്ച ചർച്ച നടന്നു. ഇന്തോ പസഫിക് മേഖലയിലും അതിനും അപ്പുറത്തും സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിനുള്ള പ്രധാന തൂണാണ് ഈ പങ്കാളിത്തമെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരുന്നു.